ക്രിസ്തുഭക്തൻ്റെ ഒരാഗ്രഹമല്ല, ഏകയാഗ്രഹമാണ് കർത്താവിനെ കാണുക എന്നുള്ളത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-2-3 വാക്യം വായിക്കുമ്പോൾ, കൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവമക്കൾ ആയത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മുടെ ഒരു പുണ്യം കൊണ്ടുമല്ല. നമ്മുടെ വചനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയശുദ്ധി കൊണ്ടുമല്ല. നമ്മൾ ദൈവമക്കളായത് ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, അങ്ങനെ തന്നെ നാം ആകുന്നു, നാം ദൈവമക്കളായിരിക്കുന്നു എന്നുള്ളതിൽ അല്പം പോലും സംശയം വേണ്ട. അടുത്ത അദ്ദേഹം പറയുന്നു, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മെയും അറിയുന്നില്ല. വീണ്ടും പറയുകയാണ്, പ്രിയമുള്ളവരെ, ലോകം അറിഞ്ഞാലും ഇല്ലെങ്കിലും നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. താൻ തുടരുകയാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതെ, അന്ന് യോഹന്നാൻ അത് എഴുതുമ്പോൾ അങ്ങനെ എഴുതി. ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എപ്പോൾ അറിയാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണും. നാം അവനെ കാണും, താൻ ഇരിക്കും പോലെ തന്നെ കാണും. അപ്പോൾ അവനോട് സദൃശന്മാരാകും. അപ്പം എപ്പോഴാണ് കാണുന്നേ? കർത്താവ് വരുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇതാണ് ഭക്തന്മാരുടെ പ്രത്യാശ. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. ഇതാണ് വിശ്വാസിയുടെ പ്രത്യാശ. നിരാത്തിൽ അപ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, യഹോവയുടെ മനോഹരത്വം കാണണം. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണം. ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, അത് മതി, പിന്നെ ഒന്നും ചോദിക്കത്തില്ല, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അതെ, ദൈവത്തെ കാണുന്നതിനേക്കാൾ വലിയ കാര്യമൊന്നും ഈ ആയുസ്സിലില്ല. ഈ കണ്ണുകൾ കൊണ്ട് കാണാവുന്നതിലേക്കും ഏറ്റവും നല്ല കാഴ്ച, ഏറ്റവും ഫലമുള്ള കാഴ്ച, ഏറ്റവും പ്രയോജനമുള്ള കാഴ്ച ദൈവത്തെ കാണുക എന്നതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് 1 തിമോത്തിയോസ് 1:15 പോകുമ്പോൾ, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:24 ദൈവം ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, ആത്മാവ്. വീണ്ടും വായിക്കുന്നു, അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആത്മാവുമായ ദൈവം, ആ ദൈവത്തിൻ്റെ മടിയിലൊരാളിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ മടിയിലൊരാളിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ ഏക ഗ്രന്ഥം ബൈബിളാണ്. നമ്മുടെ ഏക അടിസ്ഥാനം ബൈബിളാണ്. പുസ്തകം പറയുന്നു, ആ കാണാൻ പറ്റാത്ത ദൈവത്തിൻ്റെ, അടുക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ പോയാൽ നീ അവിടെയുണ്ട്, ഇരുട്ടത്ത് നീയുണ്ട്, വെളിച്ചത്ത് നീയുണ്ട്, നീ ഇല്ലാത്ത സ്ഥലമില്ല. ആ ദൈവത്തിൻ്റെ മടിയിൽ ഒരാളിരിക്കുന്നു. ആ ആളാണ് പുത്രൻ, ആ ആളാണ് യേശുക്രിസ്തു.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ ഈ കാണാൻ പറ്റാത്ത ദൈവത്തെ വെളിപ്പെടുത്തി. ഈ അടുക്കാൻ പറ്റാത്ത ദൈവത്തെ അടുപ്പിച്ചു. ഈ തൊടാൻ മേലാത്ത ദൈവത്തെ തൊടുമാറാക്കി. രക്തസ്രാവക്കാരത്തിൽ കയറി തൊട്ടു, സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയി. ദൈവവും മനുഷ്യനുമായുള്ള അകലം കുറയ്ക്കുകയാണ് യേശുക്രിസ്തുവിലൂടെ സാധിച്ചെടുത്തത്. ദൈവത്തെ കാണണമോ യേശുവിനെ കാണുക, ദൈവത്തെ തൊടണമോ യേശുവിനെ തൊടുക. ഇതാണ് സുവിശേഷകന്മാർ എഴുതിത്തരുന്ന സന്ദേശം. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വളരെ കൂളായിട്ട് പറയുക, ഇത്ര നാളും എൻ്റെ കൂടെ നടന്നിട്ട് കണ്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കണ്ടോ? ദൈവത്തെ നമുക്ക് കാണുമാറാക്കിയവനാണ് യേശുക്രിസ്തു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? യേശുക്രിസ്തു ആരാണ്? ഈ കാര്യത്തിൽ നമുക്ക് വളരെ ആഴമേറിയ വെളിപ്പാട് പ്രാപിക്കേണ്ട ആവശ്യം ഉണ്ട്. യേശുക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ. ആ വാക്ക് ശരിയാണോ? നമുക്ക് നോക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള എന്നാ പിന്നെ 6-ാം വാക്യം വായിച്ചു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. അപ്പൊ യേശു ക്രിസ്തു എങ്ങനെ ഇരുന്നു? ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവരൂപത്തിൽ. അപ്പൊ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ മടിയിൽ ഒരു ദൈവപുത്രനോ, ദൈവരൂപത്തിൽ ഒരു ദൈവപുത്രനോ? ഇതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഒരു ടീച്ചിങ് അല്ല നമുക്കുള്ളത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. 3 വ്യക്തികളായി തന്നെ നാം കാണുന്നു. ഇതാണ് ബൈബിളിന്റെ പഠിപ്പിക്കൽ. ഒരു മാറ്റവും ആ വിഷയത്തിലില്ല. ഈ കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിലും രക്ഷിക്കപ്പെടാം. ഈ കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിലും സ്നാനപ്പെടാം. ഈ കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിലും അഭിഷേകം പ്രാപിക്കാം. വ്യക്തതയില്ലെങ്കിലും സ്വർഗത്തിൽ പോകാം. പക്ഷെ ഇടയ്ക്കൊരു ദുരുപദേശമായിട്ട് വർത്താനം പറഞ്ഞു കഴിയുമ്പം കുഴഞ്ഞു പോകും. അന്നേരം ചിലപ്പം അടുത്ത യോഗത്തിന് നിങ്ങൾ കാണുകയില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. നിങ്ങൾ രണ്ടുപേരും വന്നില്ലെന്നോർത്ത് ഇവിടെ ആൾ കുറയുകയില്ല. കാരണം പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ കുറഞ്ഞ കാര്യം ഞങ്ങൾ അറിയത്തുമില്ല. അതുകൊണ്ട് ഉപദേശത്തിൽ നിന്നെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. ഉപദേശം ഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പാട്ട് പാടുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പം ദൈവരൂപത്തിലിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആദ്യം പറഞ്ഞത് മറക്കരുത്, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സർവശക്തനും സർവവ്യാപിയുമാണ് ദൈവം. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവനാണ് ദൈവം. 2 വിരലുകൊണ്ട് ആകാശത്തിന്റെ ഡയമീറ്റർ എടുക്കുന്നവനാണ് ദൈവം. ഈ മഹാദൈവത്തിന്റെ മടിയിലിരുന്ന പുത്രനാണ് ബേത്ലഹേമിലെ പുൽത്തൂട്ടിൽ കിടക്കുന്ന കുഞ്ഞ്. അതറിയണമെങ്കിൽ വെളിപ്പാട് വേണം. കാഴ്ച പോരാ, കാഴ്ചപ്പാട് വേണം. ആ വെളിപ്പാട് കിട്ടിയത് കൊണ്ട് വിദ്വാൻമാർ ആ കുഞ്ഞിന്റെ മുമ്പിൽ വീണത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ട ഈ യേശുവിനേക്കാൾ ബഹുമാനത്തിന് യോഗ്യനായ ഒരു വ്യക്തി ഉലകത്തിൽ ഇന്നുവരെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അവൻ വെള്ളത്തിന്മീതെ നടന്നതുകൊണ്ടല്ല, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചത് കൊണ്ടല്ല, അവൻ വെള്ളം വീഞ്ഞാക്കിയത് കൊണ്ടല്ല, അവൻ ദൈവമായതുകൊണ്ടും മനുഷ്യനായി അവതരിച്ചത് കൊണ്ടുമാണ് അവനെ ഞാൻ ആരാധിക്കുന്നത്. അത്ഭുതങ്ങൾ ചെയ്ത എത്രയോ വ്യക്തികൾ ബൈബിളിലുണ്ട്. അവരെയെല്ലാം നമ്മൾ ആരാധിക്കുന്നില്ല. അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ.
അടുത്ത വാചകം എന്ത് പറയുന്നു? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു. സമത്വം എന്നുള്ള വാക്കൊന്നും മറക്കരുത്, അടിവരയിട്ടോണം. ദൈവ രൂപത്തിലിരുന്നു, ദൈവത്തിന്റെ മടിയിലിരുന്നു, ദൈവത്തോട് സമനായിരുന്നു. യഹൂദന്മാർ അവനെ എറിയാൻ കല്ലെടുത്തത് ദൈവത്തോട് സമനാക്കിയെന്ന് പറഞ്ഞതുകൊണ്ടാ. ദൈവ രൂപത്തിലിരുന്നിട്ട് അവൻ താഴോട്ടിറങ്ങി. ഒരു പൊസിഷനിൽ എത്തിയാൽ പിന്നെ താഴോട്ട് നോക്കുന്ന പണി മനുഷ്യർക്കില്ല, പിന്നെ മുകളിലോട്ട് നോക്കുള്ളൂ. അടുത്ത പോസ്റ്റ് ഏതാ? ഒരു പൊസിഷനിലെത്തിയാൽ പിന്നെ അടുത്ത മുകളിൽ എന്തുണ്ടെന്നാ നോട്ടം. അതായിരുന്നു ലൂസിഫറിനും പറ്റിയത്. മുകളിൽ ഇനി എന്നാ ഉണ്ട്? ദൈവത്തിന് സിംഹാസനമേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. അത് കിട്ടാൻ പണിയുണ്ടോ എന്ന് ആലോചിച്ചു, അതുകൊണ്ട് അതാഴോട്ട് വന്നു. എന്നാൽ വേറൊരാളെ നോക്ക്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ എത്ര പണിതാണെന്നറിയാമോ? അവൻ ദൈവരൂപത്തിലിരുന്നു, അവൻ മനുഷ്യരൂപത്തിലായി, അവൻ ദാസരൂപം എടുത്തു. ഇനി ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 52-ാം അധ്യായം ഒടുവിലത്തെ പാരഗ്രാഫ്, ഒരു 3 വാക്യം, 53-ന് നേരെ മുകളില്. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട്. ഞാൻ 4 രൂപം നിങ്ങളെ കാണിച്ചു. നോട്ട് ചെയ്തില്ലെങ്കിൽ നോട്ട് ചെയ്തോണം. ദൈവരൂപം, മനുഷ്യരൂപം, ദാസരൂപം, വിരൂപം. ഇത് 4 ഒരാളുടെ രൂപമാണ്. ഇത് 4 ഒരാളുടെ രൂപമാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ കാതലായ സത്യം ഇന്ന് രാത്രി ചെറുവക്കലിൽ വിളിച്ചു പറയുക. ദൈവരൂപത്തിലിരുന്നവൻ, മനുഷ്യരൂപം എടുത്തവൻ, ദാസരൂപം എടുത്തവൻ, വിരൂപനായി തീർന്നവൻ നമുക്ക് വേണ്ടി. മുമ്പേ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീർക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു. അവനെ വിവസ്ത്രനാക്കി എന്ന് നാം വായിക്കുന്നു. എന്നെ നീതിയുടെ അങ്കി ഉടുപ്പിക്കുവാൻ അവൻ വിവസ്ത്രനായി തീർന്നു. താഴെ നിന്ന് എന്നെ മുകളിലെത്തിക്കാൻ അവൻ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നെ ദൈവത്തോടടുപ്പിക്കുവാൻ ദൈവത്തോടടുത്തു നിന്നവൻ താഴേക്ക് ഇറങ്ങി വന്നു. ദൈവത്തോടൊപ്പം ഇരുന്നവൻ ഒരു ദാസനെ പോലെ ഇറങ്ങി വന്നു. അപമാനിക്കപ്പെടുവാൻ, തുപ്പലേൽക്കുവാൻ, തല്ലുകൊള്ളുവാൻ, വെറും അപമാനിതനാകുവാൻ ഈ ദൈവപുത്രൻ മനസ്സോടെ സമർപ്പിച്ചു. ഇതുകൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിക്കാൻ ഇടയായത്. സുവിശേഷത്തിന്റെ സത്യം മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നമ്മെ ദൈവത്തെ കാണിക്കാൻ യേശു ക്രിസ്തു മനുഷ്യനായി തീർന്നു. എന്നാൽ ആ യേശുവിനെയും നമ്മൾ ശരിയായിട്ടൊന്നും കണ്ടില്ലല്ലോ. നമ്മൾ വചനത്തിലൂടെ കണ്ടുള്ളൂ. ദൈവത്തെ കാണാൻ മേല, പക്ഷെ യേശുവിനെ കാണാം. പക്ഷെ യേശുവിനെ നമ്മൾ കണ്ടില്ലല്ലോ. പത്രോസ് കണ്ടു, യോഹന്നാൻ കണ്ടു, നമ്മൾ കണ്ടില്ലല്ലോ. നമ്മൾ വചനത്തിലൂടെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ദൂതം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുമോ? സ്തോത്രം. നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുമോ? കർത്താവ് വരുമ്പോഴത്തെ കാര്യമല്ല, ഇപ്പം കാണാൻ പറ്റുമോ? സ്തോത്രം. കർത്താവ് വരുമ്പം കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും അവൻ്റെ വരവിൽ കാണപ്പെടണം. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ താലിരിക്കും പോലെ തന്നെ കാണും. ആ പ്രത്യാശയുള്ളവരെല്ലാം കൈകൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനെ കാണുന്നെങ്കിൽ
ഈ ലോകത്തിൽ ആരെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവനെ കാണുന്നുവെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം കാണാതെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്തിലെ മുഴുവൻ തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കണ്ടിട്ടും ദൈവപുത്രനെ കണ്ടില്ലെങ്കിൽ ഈ ജീവിതം പാഴായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. യേശു കുഞ്ഞ് ജനിച്ചപ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വളരെ പടുവൃദ്ധനായൊരു മനുഷ്യനാണ് നിൽപ്പുണ്ടായിരുന്നു ശീമോൻ. അവൻ ആ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ സൂക്ഷിച്ച് നോക്കി. അവൻ്റെ ഉള്ളിലെ വെളിപ്പാട് കത്താൻ തുടങ്ങി. അവൻ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ ഇഞ്ഞ് മേടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിശ്വാസം വ്യാഖ്യാനം പൂർണ്ണമായും ശരിയല്ലെങ്കിൽ തിരുത്തിക്കൊള്ളുക. ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയുക, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. എൻ്റെ വിചാരം ആ കുഞ്ഞിനോടാണ് പറയുന്നതെന്നാ. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ അങ്ങ് കൊടുത്തേച്ച് അപ്പനെ അമ്മയെ അനുഗ്രഹിച്ചു. കൊച്ചിനെ അനുഗ്രഹിച്ചില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കൂ. ശീമോൻ അന്ന് 100 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചില്ല. ഈ കുഞ്ഞിനെ കൈ പിടിച്ചോണ്ട് ഇപ്പോൾ നാഥ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞേച്ച് കൊച്ചിനെ അങ്ങ് കൊടുത്തിട്ട് അമ്മയപ്പനെ അനുഗ്രഹിച്ചു. കൊച്ചിനെ അനുഗ്രഹിക്കാൻ വളർന്നവരാരും ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ ശീമോൻ്റെ 100-ാമത്തെ അല്ലെങ്കിൽ നല്ല വാർദ്ധക്യത്തിലെ വാക്കിതാണ്, ഇപ്പോൾ നാഥ നേടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം, ഇസ്രായേലിൻ്റെ മഹത്വം, സകല ജനത്തിൻ്റെ മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടല്ലോ. എൻ്റെ കണ്ണ് രക്ഷകനെ കണ്ടല്ലോ. ഇനി ഈ കണ്ണ് അടഞ്ഞോട്ടെന്ന് ശീമോൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? കാണണ്ടവനെ കണ്ടല്ലോ, ഇനി ഈ കണ്ണ് അടഞ്ഞാലും കുഴപ്പമില്ലെന്ന്. എന്തിനാ കണ്ണ്? ലോകത്തിലെ കാഴ്ചകൾ കാണാനല്ല, നിനക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ കാണുവാനാണ്. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. യേശുവിനെ കണ്ടതാണ് നമ്മുടെ ഭാഗ്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതെ, എന്നാൽ അതിനപ്പുറമായി നമുക്കിവിടെ വെച്ച് അവനെ കാണാൻ പറ്റുമോ? ഞാൻ കർത്താവ് എനിക്ക് തന്ന ഈ വചനത്തിൻ്റെ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വളരെ ധ്യാനത്തോടും ശ്രദ്ധയോടും കൂടെ ഇത് കേൾക്കുമെങ്കിൽ നിങ്ങൾ ഈ 2017 അവനെ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാഞ്ഞതാ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും. സ്വത്രം. ഞാൻ 5 പ്രധാന ജംഗ്ഷനിൽ നിങ്ങളെ കൊണ്ടുപോകാം. 5 ജംഗ്ഷനിൽ. അതിലെവിടെ വെച്ചെങ്കിലും നിങ്ങൾക്ക് അവനെ കണ്ട ഓർമ്മ വരും. 1, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 10 മുതലൊന്ന് വായിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, അതെ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ് മതി. അബ്രഹാമിന്റെ ദാസി വീട് വിട്ട് ഓടുക. കാരണം എന്നാ? അബ്രഹാം സാറായോട് പറഞ്ഞു, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ ചെയ്തോ അവളോട്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പിന്നെ സഹോദരിമാർ വിടുവോ? അല്ലേ തന്നെ പോരും. പീഡനമൊക്കെ ഈ സ്തോത്രത്തിൻ്റെ ഇടയിലുമൊക്കെ ഉണ്ട്. അതൊന്നും വീഡിയോയിലൊന്നും ആരും എടുക്കാത്തത് കൊണ്ട് നമ്മൾ അറിയാത്തതാണ്. ഇതിപ്പോൾ തേണ്ട വീട്ടുകാരൻ്റെ അനുവാദവും കൂടെ കൊടുത്തു. കിട്ടുന്ന അവസരം ശരിക്ക് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തോ ഇഷ്ടം പോലെ എന്നാണ് പറഞ്ഞത്. അന്ന് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിക്ക് ചെയ്തു. അപ്പോൾ 7-ാം വാക്യം, അവൾ അപ്പോഴേ ഓടി, അവളെ വിട്ട് ഓടിപ്പോയി.
ഓടിപ്പോയപ്പോൾ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. പോണ വഴിയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവപ്രത്യക്ഷതയുണ്ടായി. നീ ഗർഭിണിയല്ലോ. അപ്പം ഗർഭിണിയായ ഒരു യൗവനക്കാരി വീട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കഷ്ടകാലം ആ സ്ത്രീക്ക് വരാനുണ്ടോ? സ്തോത്രം. ഇതിനേക്കാൾ വലിയൊരു വേദന ഒരു സ്ത്രീക്ക് വരാനുണ്ടോ? ആ സമയത്താണ് അവൾ ദൈവത്തെ കണ്ടത്. ഉടനെ അവൾ ദൈവത്തോടല്ലെങ്കിൽ ദൂതനോട് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. വാക്യം 13 പ്രധാന വാക്യം. എന്നെ കാണുന്നവനെ ഞാനിവിടെ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവളുടെ പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം. അവിടെ പ്രശ്നം എന്ന് പറയുന്നത് സാറയുടെ പീഡനമാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സൈലൻസാണ്. ചിലർ ഒച്ച വെച്ചാൽ നമുക്ക് വേദനയാ, ചിലർ മിണ്ടാതിരുന്നാലും നമുക്ക് വേദനയാണ്. മിണ്ടേണ്ടവൻ മിണ്ടാത്തത് പീഡനമാണ്, ചിലർ മിണ്ടുന്നതും പീഡനമാണ്. ചില സമയത്ത് നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയേണ്ടവൻ സൈലന്റ് ആയിട്ടിരുന്നാൽ അത് നമുക്ക് പെയിനാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ സൈലൻസ് ആണ് ഈ വേദനയുടെ ആക്കം കൂട്ടിയത്. അപ്പോൾ ഈ കുട്ടിക്ക്, ഈ സ്ത്രീക്ക് ചങ്കത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കാനുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ, എന്നെയൊന്നും മനസ്സിലാക്കാൻ ആരുമില്ലേ ഈ ലോകത്തിൽ, എന്നെ ഒന്ന് അറിയാൻ ആരുമില്ലേ ഈ ലോകത്തിൽ, എൻ്റെ സങ്കടം ഒന്ന് മനസ്സിലാക്കാൻ ആരുണ്ട്? ഇതാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൊമ്പരത്തിൻ്റെ ആക്കം കൂട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുത്തരമാണ് ദൈവദൂതൻ കൊടുത്തത്. അവളുടെ ഹിസ്റ്ററി മുഴുവനും അറിഞ്ഞേച്ചാ പറയുന്നത്. അത് അവൾക്ക് മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞത്, ഓ നീ എന്നെ കാണുന്നുണ്ടല്ലോ, അത് മതി. അവൾ തിരിച്ചുപോയി. സാറായിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, അബ്രഹാമിന് മാറ്റമൊന്നും വന്നിട്ടില്ല, വീട്ടിൽ പുതുതായിട്ട് എയർ കണ്ടീഷൻ ഒന്നും പിടിപ്പിച്ചില്ല, ഒന്നുമില്ല. വീട്ടിൽ വേറെ സെർവൻറ്റിനെയും വെച്ചില്ല, ഒന്നുമില്ല. ആസ് ഇറ്റ് ഈസ്. പക്ഷെ എവക്ക് മാറ്റം വന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ? സാറാമാനസാന്തരപ്പെട്ട് നമ്മുടെ വായിക്കുന്നില്ല. വീട്ടിലൊരു മാറ്റം വന്നില്ല. പക്ഷെ അവൾ തിരിച്ചു പോവുക. കാരണം അവക്കൊരു കാര്യം മനസ്സിലായി, എന്നെ കാണുന്ന ഒരുവനുണ്ട്. എനിക്ക് ഈ വീട്ടിൽ നീതി കിട്ടിയില്ലെങ്കിലും, എനിക്ക് ചർച്ചിൽ നീതി കിട്ടിയില്ലെങ്കിലും, എനിക്ക് സൊസൈറ്റിയിൽ നീതി കിട്ടിയില്ലെങ്കിലും, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ. ഹല്ലേലൂയ. അവൾ അന്ന് ദൈവത്തെ കണ്ടു. ഏത് ദൈവത്തെ? അവളെ കാണുന്ന ദൈവത്തെ, അവളെ അറിയുന്ന ദൈവത്തെ അവൾ അന്ന് കണ്ടു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്ങാനാവാത്ത ദുഃഖം പേറി, താങ്ങാനാവാത്ത മനോവേദന പേറി ഈ ദിവസങ്ങൾ തള്ളി നീക്കി ആരെങ്കിലും ഈ വചനത്തിന്റെ മുമ്പിലുണ്ടോ? മുന്നോട്ട് പോകാൻ കഴിയാത്ത നൊമ്പരങ്ങളും വിങ്ങുന്ന മനസ്സുമായി കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? നിന്നോട് ദൈവത്തിനൊരു ദൂതുണ്ട്, നിന്നെ ഞാൻ അറിയുന്നു. മോശയോട് ദൈവം തോളെ തട്ടിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു ദൈവദാസന്, പ്രൈസ് ദി ലോർഡ്, അതുപോലെ ഒരു അഭിഷിക്തന്. ഒരുപക്ഷെ സെന്റർ നിന്നെ അറിഞ്ഞില്ലെന്ന് വന്നേക്കാം, ഒരുപക്ഷെ പ്രസ്ഥാനം നിന്നെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെന്ന് വന്നേക്കാം, ലോകത്തിൽ ആരും അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവപുത്രൻ ഈ വചനത്തിലൂടെ തോളെ തട്ടിക്കൊണ്ട് പറയുക, ഞാൻ നിന്നെ അറിയുന്നു. ഞാന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, എഴുതിയിട്ടുമുണ്ട് ഒരു കാര്യം, അത് വീണ്ടും പറയുക. ഏകദേശം 40 കൊല്ലമായി പ്രസംഗിക്കുന്നു. ഇന്ന് വരെ മുട്ടുകുത്തി ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവേ പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുതേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം.
എൻ്റെ പൊന്നെ കർത്താവേ പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആർക്കും പറയേണ്ടി വരത്തില്ല. ഭാര്യയോട് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ? പലർക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇന്നൊരു കേസ് എൻ്റെ എടുക്കുമെന്ന് അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല പാസ്റ്ററെ കണ്ടോ. അപ്പോൾ ഭാര്യയോട് ഇങ്ങനെ പറയേണ്ടി വരും, ഭർത്താവിനോട് കൂടെ കൂടെ പറയേണ്ടി വരും. പ്ലീസ് അച്ഛാ ദൈവത്തെ ഓർത്ത് എന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. സ്തോത്രം. പാസ്റ്ററോട് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ സ്ഥിരമായിട്ടൊരു സഭയിലാണ് പോകുന്നെങ്കിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. മാറി മാറി പോകുകയാണെങ്കിൽ അത്രയും വരികയില്ല. പ്രൈസ് പ്രൈസ് ദി ലോർഡ്. മക്കൾ അങ്ങനെ അപ്പനോട് പറയേണ്ടി വന്നിട്ടില്ലേ? അപ്പന് മക്കളോട് പറഞ്ഞു വന്നിട്ടില്ലേ? പ്ലീസ് കുഞ്ഞെ എൻ്റെ പൊന്നുമോനെ ചക്കരക്കൂട്ടാ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക പപ്പായെ പറയേണ്ടി വന്നിട്ടില്ലേ? എന്നാൽ കർത്താവിനോട് ഇന്ന് വരെ കർത്താവെ എന്നെ ഒന്ന് മനസ്സിലാക്ക നീയെങ്കിലും എന്ന് പറയേണ്ടി വന്നിട്ടില്ല. നിന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ജീവിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറയേണ്ടതല്ലേ? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെറ്റിദ്ധാരണയുടെയും അവഗണനയുടെയും നീർച്ചുഴിയിൽ നിങ്ങൾ വീണ് കിടക്കുമ്പോൾ ദൈവത്തെ കാണാനുള്ള സമയമാണെന്ന് ഓർത്തോണം. ഇത് ദൈവത്തെ കാണുന്ന സമയമാണ്. ഇത് പിരാകാനുള്ള സമയമല്ല. നെഗറ്റീവ് മെസ്സേജ് പടച്ച് ലോകം മുഴുവൻ വിടാനുള്ള സമയമല്ല. നിന്നെ നയിക്കുന്നവരോ നീ ബഹുമാനിക്കേണ്ടവരോ ആയ ആളുകളെ പള്ളു പറയേണ്ട സമയവുമല്ല. കേൾക്കുന്നുണ്ടോ? അബ്രഹാമിനെയോ സാറായെയോ പള്ളു പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട സമയമല്ല. ഇത് ദൈവത്തെ കാണേണ്ട സമയമാ. ഇത് ദൈവ ശബ്ദത്തിന്റെ സമയമാ. എന്തുകൊണ്ടാണ് നീ കാണാതെ പോയെന്ന് ഞാൻ പറയട്ടെ. ഇങ്ങനെയുള്ള അവസരത്തിലൂടെ നിന്നെ ദൈവം കടത്തിവിട്ടപ്പോൾ നീ ആൾക്കാരോട് ഏറ്റുമുട്ടാൻ പോയി. നീ ആൾക്കാരോട് ടഗ് ഓഫ് വാർ നടത്താൻ പോയി, ആർഗ്യുമെന്റ് നടത്താൻ പോയി, വാദിച്ച് ജയിക്കാൻ പോയി. എന്നാൽ ഇന്ന് രാത്രി ദൂത് കേട്ടോ, ദൈവത്തെ കാണാൻ നിനക്കൊരവസരം ദൈവം ഒരുക്കിയതാണ്. ആ സംഭവം ഒന്നാമത്തെ ദൂതിന്റെ മുമ്പിൽ എത്ര പേര് സമർപ്പിക്കും? എന്റെ കർത്താവേ, 2017 ചാൻസ് കിട്ടിയതാ, പക്ഷെ ഞാൻ കളഞ്ഞത്. 2017 എനിക്ക് ചാൻസ് കിട്ടിയതാ, ഞാനത് കളഞ്ഞു. ഞാനത് അമ്മായിയപ്പനായിട്ട് ഏറ്റുമുട്ടി സമയം പാഴാക്കി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, സംഭവങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്? കോരേശ് എന്റെ ഇടയനാണെന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? കോരേശിന് ആരാ ഓൾറേഷൻ കൊടുത്തേ? നെബൂഖദ്നേസർ എന്റെ ദാസനെന്ന് വാക്യമുണ്ടോ? എന്നാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്? ആരെയും എന്തിനേയും എപ്പോഴും ദൈവത്തിന് തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിന്നോട് കണ്ണുമിഴിച്ചിടപെടുന്ന, ക്രൂരമായിട്ട് ഇടപെടുന്ന, ദയയില്ലാതെ ഇടപെടുന്ന, കരുണയില്ലാതെ ഇടപെടുന്ന ആ വ്യക്തിയുണ്ടല്ലോ, അവനെ പോലും ദൈവത്തിന് തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾ സംഭവങ്ങളിലൂടെ ദൈവത്തെ കാണുന്നില്ലല്ലേ? നിങ്ങൾ സംഭവങ്ങളിൽ സ്കറിയാത്തിനെ തോമാചനെയാ കാണുന്നത്. നിങ്ങൾ സംഭവങ്ങളിൽ ദൈവത്തെ കാണുന്നു. ഒന്നാമത്തെ ജംഗ്ഷനിൽ 2 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. ഒന്ന് കണ്ണടച്ചേ. ഇതിവിടെ ഇരിക്കുന്ന 2000 പേരല്ല കേൾക്കുന്നത്. ഇത് ഇന്ന് രാത്രി തന്നെ 20,000 പേര് കേൾക്കും. അടുത്ത ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കും. ഇത് ലോകം മുഴുവൻ പോകുന്ന ഇന്റർനാഷണൽ മെസ്സേജാണ്. എവിടെ ഇരുന്നോണ്ട് കേട്ടാലും വേണ്ടിയില്ല, കണ്ണടച്ചേ. ഈ മാസത്തിൽ നിനക്കുണ്ടായ സംഭവത്തിൽ നീ ആരെ കണ്ടു? ഈ കഴിഞ്ഞ വർഷത്തിൽ നിനക്കുണ്ടായ സംഭവത്തിൽ നീ ആരെ കണ്ടു? ഇന്ന് രാത്രി കണ്ണുനീരോടെ പറ, എന്റെ പൊന്നു കർത്താവേ, നിന്നെ കാണേണ്ട സമയത്ത് ഞാൻ വേറെ പലരെ കണ്ടു, പൊറുക്കണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കോമൺ മാൻ മനുഷ്യരെ കാണുന്നു. ഭക്തിയുള്ള മനുഷ്യർ പിശാചിനെ കാണുന്നു. വെളിപ്പാടുള്ള മനുഷ്യർ ദൈവത്തെ കാണുന്നു. എഴുതി വെച്ചോ. കോമൺ മാൻ എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യൻ
മനുഷ്യരെ കാണും. എപ്പോഴാണെന്നറിയോ? യോഗത്തിലിരിക്കുമ്പോഴല്ല, സംഭവങ്ങൾ വരുമ്പോൾ. ജീവിതത്തിൽ സംഭവങ്ങൾ വരുമ്പോൾ സാധാരണ മനുഷ്യരെ കാണും. ഓ, അത് ആ പുള്ളിയുടെ പണിയാണ്. പിന്നെ അത് ഈ പുള്ളിയുടെ, ഇവനറിയാതെ അത് വരത്തില്ല. മനുഷ്യരെ കാണുക. സാധാരണ മനുഷ്യരെ കാണുന്നു. ഭക്തിയുള്ള മനുഷ്യരോ സാത്താനെ കാണുന്നു. അത് മറ്റേ പുള്ളിയുടെ പണിയാണ്. സകല കേസും അങ്ങോട്ടിട്ടിരിക്കുക. മേരിഗോവിൻ്റെ ഒരു ഉദാഹരണം കട എടുക്കാം. പുള്ളിക്കാരത്തി നിത്യതയിൽ എത്തിയല്ലോ. ഉപദേശിയുടെ മകൻ കിണറിൻ്റെ തിട്ട കിടന്നുറങ്ങുക. അപ്പം സാത്താനയിലേ വന്നു ഒറ്റ അടി കൊടുത്തവൻ, എടുത്താൽ വീട്ടിൽ പോയി കിടക്കണ, നീ ഇവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കിടത്തി പോകും, നിന്റെ അപ്പൻ എന്നെ ശാസിക്കാനും തുടങ്ങും. സ്വതന്ത്രം. അപ്പൊ ഭക്തന്മാരായ ആളുകൾ തൊട്ടതിനല്ല ആരെ പിടിക്കും? സാത്താനെ പിടിക്കും. ആത്മീയനോ ദൈവത്തെ കാണും. അപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ സാത്താൻ ഇല്ലെന്നാണോ പറഞ്ഞത്? സാത്താനൊക്കെ ഉണ്ട്. നിനക്ക് അതാ കാണണമെങ്കിൽ അത് കണ്ടു. അപ്പം അതാ കാണണമെങ്കിൽ അത് അങ്ങനെയുള്ളവർ അതേ കാണുള്ളൂ. ബസ് വൈകിയ ഉടനെ സാത്താൻ സ്കൂട്ടറിനകത്ത് പെട്രോൾ തീർന്നു. പെട്രോൾ അടിക്കാഞ്ഞിട്ടല്ലേ തീർന്നു പോയത്? ആ, അതും സാത്താൻ. പരീക്ഷയ്ക്ക് തോറ്റ സാത്താനാണോ? അത് പഠിക്കാത്തോണ്ടല്ലേ? സാത്താൻ ആയത് നന്നായിക്കോട്ടെ, പുള്ളി പെട്ടെന്നൊന്നും കയറിയൊന്നും ഇടപെടുന്നില്ലല്ലോ. ശ്രദ്ധിച്ച് കേൾക്കുക. കോമൺ മാൻ, സാധാരണ മനുഷ്യൻ പ്രശ്നങ്ങളുടെ നടുവിൽ വ്യക്തികളെ കാണും. ഒരുവിധ ഭക്തരായ ആളുകൾ പ്രശ്നങ്ങളുടെ നടുവിൽ സാത്താനെ കാണും. ആത്മീയൻ, വെളിപ്പാടുള്ളവൻ, അതിൻ്റെ പുറകിൽ ദൈവത്തെ കാണും. ഈ സംഭവത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കൈയുണ്ട്. ഈ സംഭവത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കൈയുണ്ട്. ഒരു വേദനാജനകമായ സംഭവത്തിലൂടെ കടന്നുപോയ ഒന്ന് രണ്ട് ഭക്തരായ ആളുകളെ ഞാൻ പിന്നീട് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ, ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ, അവർ വിങ്ങുന്ന മനസ്സുമായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ ആ കഥയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളെ മുഴുവനും ദൂഷിച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ, ഈ സമയത്ത് ദൈവം എവിടെയായിരുന്നു? എന്താ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത? ഈ സമയത്ത് ദൈവം എവിടെയായിരുന്നു? അപ്പൊ പിന്നെ സാത്താൻ എവിടെയായിരുന്നു? നിങ്ങൾക്ക് അതാണോ അറിയേണ്ടത്? സാത്താൻ എവിടെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? ദൈവം എവിടെയാ? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, സാത്താൻ സർവ്വവ്യാപി അല്ല, സർവജ്ഞാനിയുമല്ല. അതിന് തെളിവല്ല, ഒരു പുള്ളിക്കാരനെ ഒരു സ്ഥലത്തു നിന്ന് മാറ്റാൻ നേരത്ത് പുള്ളി എല്ലാം പറഞ്ഞു, എന്നെ ഇവിടുന്ന് ഉടനെ വിടരുതെന്നല്ലേ. അപ്പൊ പുള്ളിക്ക് എല്ലായിടത്തും ഒരേ സമയത്ത് നിൽക്കാമെങ്കിൽ അങ്ങനെ പറയൂ? ഓരോ ലോക്കൽ പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുക, അവിടുന്ന് പോകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് സാത്താൻ എവിടെയെങ്കിലും നിൽക്കട്ടെ, നിന്റെ ദൈവം ഇല്ലാത്തൊരു സ്ഥലം നിനക്ക് പറയാവോ? ഞാൻ പാതാളത്തിൽ എന്നെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഓ, എന്റെ ദൈവം അറിയാത്തൊരു സ്ഥലമില്ല, എന്റെ ദൈവം കാണാത്തൊരു ഇടമില്ല. അവന്റെ കണ്ണു വെട്ടിച്ച് ഒരു ഈച്ചയ്ക്ക് പോലും അനങ്ങാൻ പറ്റില്ല. അവന്റെ കണ്ണു വെട്ടിച്ച് ഒരു കൊതുകിന് പറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവം അറിയാതെ കരങ്ങളടിച്ച് ശക്തിയോടെ ആത്മാവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്പർ 2, രണ്ടാമത്തെ ജംഗ്ഷനിലേക്ക് പോകാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഒരുപാട് വാക്യങ്ങൾ വായിച്ചാലേ സ്റ്റോറി വ്യക്തമാകത്തുള്ളൂ. പക്ഷെ അങ്ങനെ രാത്രി ഓതി പറ്റത്തില്ലല്ലോ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ 17-ാം വാക്യം, ഞങ്ങൾ സേവിക്കുന്ന, വായിച്ചോ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഒരു ചെറിയ ഭേദഗതി ചെയ്ത് വായിക്കട്ടെ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, അഥവാ വിടുവിച്ചില്ലെങ്കിലും എന്നാണ് അതിന്റെ ആശയം വരേണ്ടത്. ഇനി വായിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന്
കോപം മുഴുത്ത് ശത്രുക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അതെന്നാ, ഇവർ ഇരുമ്പ് മനുഷ്യരാണോ? ചൂട് കൂട്ടുന്നത് എന്തിനാ? കരാട്ടെ പഠിച്ചിട്ടില്ലാത്ത, ആരോടും വഴക്കുണ്ടാക്കാത്ത, സ്വോത്രം രക്തം ജയം മാത്രം പറയുന്നവരെ ഇടുന്ന തീക്ക് എന്തിനാ ചൂട് കൂട്ടുന്നത്? അപ്പോൾ ഓർക്കണം, നിന്റെ സ്തോത്രത്തെ അവർക്ക് ഭയമാണ്. നീ ഇങ്ങനെ പരുമി പിറുപിറുന്ന് അന്യഭാഷ പറഞ്ഞ് നടക്കുന്നത് പേടിയാ. ഇവിടെ വാഴുന്ന വാഴ്ചകൾക്ക് ഭയമാ. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മുഴുവൻ വ്യക്തികൾക്കും പാവപ്പെട്ട നിന്റെ ഉപവാസത്തെ ഭയമാ. നിന്റെ പിറുപിറുപ്പ് പ്രാർത്ഥനയെ ഭയമാ. നീ ചെറിയ ഭാഷയിൽ എന്തൊക്കെയോ കലുവിലോ പറയുന്നില്ലേ, അത് പാതാള ശക്തികളെ ഉറപ്പിക്കുന്നതാ. വിശ്വാസിയെ കൊണ്ടൊരു എന്തിനാ തീക്ക് 7 മടങ്ങ് ചൂട് കൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളതൊന്ന് ധ്യാനിച്ചു നോക്കണം. ഏത് കാട്ടുപോത്തിനെ ഇട്ടാലും കത്തുന്ന തീയാ ഇപ്പൊ കത്തുന്നത്. കാണ്ടാമൃഗത്തെ കൊണ്ടുവന്നിട്ടാ ഇടുന്ന വഴി കത്തിപ്പോകും. അതിനേക്കാൾ കട്ടിയുണ്ടോ പാവപ്പെട്ട ദൈവമല്ല? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഏതാ സുവിശേഷകരോട് എതിർക്കാൻ ഇത്രയും വലിയ സംഘം വേണോ? ഇത്രയും വലിയ ശക്തി വേണോ? ഞങ്ങൾ ഇന്നുവരെ എതിർത്തിട്ടില്ല. ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ തീ 7 അല്ല 70 മടങ്ങ് കൂട്ടിക്കോ. പക്ഷെ വിടാൻ, തീക്കകത്തോട്ടിടാൻ വരുന്നവൻ കത്തുന്ന വർഷമാ ഈ വരാൻ പോണത്. റബന ഹബ്ദന യുഡബന ഹബ്ദൽ കബന. സുവിശേഷത്തിനെതിരെ, ബൈബിളിനെതിരെ, സുവിശേഷകർക്കെതിരെ ശക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ, സംഘങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, വൃത്തികെട്ട കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പേടിക്കരുത്. തീച്ചൂള ഇനിയും ചൂട് കൂടും. ഞാൻ പ്രവചിച്ചു പറയുന്നു, തീച്ചൂളയുടെ ചൂട് 2018 വർദ്ധിക്കും. പക്ഷെ അന്നൊരു കാര്യം അറിയാം, ആത്മീയർ എത്ര പേരുണ്ട്, വെളിപ്പാടുള്ളവർ എത്ര പേരുണ്ട്, ദൈവത്തെ കണ്ടവർ എത്ര പേരുണ്ടെന്ന് അറിയാം. ചൂട് കൂടിക്കോട്ടെ. അതിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് നിന്നെ ഭയമാണ്. അവർ മനസ്സിൽ ചിന്തിക്കുന്നത് സാധാരണ നീക്കാത്തൊന്നും നീ കത്തുകരുതാ. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. ചൂടുവെള്ളം വീണാൽ നമ്മുടെ കാര്യം തീരും. ഉള്ളിൽ ഈ പറയുന്ന ഗട്സ് ഒന്നും ഇല്ലെന്നേ. ഇതൊരു ഇങ്ങനെ പ്രാർത്ഥിച്ചും കൃപയിലൊക്കെ അങ്ങ് നിന്ന് പോണതല്ലേ. അടുത്തറിയുമ്പോഴല്ലേ കാര്യം അറിയുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളുടെ ആരുടെ കാര്യമല്ല, എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ വിഷയമില്ലല്ലോ. സോദര, ഈ പറയുന്ന ഗട്സ് ഒന്നും ആർക്കുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ധൈര്യപ്പെടുത്തും കൊണ്ടൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി ഒന്നും ഒരുപാട് തീച്ചൂളയൊന്നും ആരും നിങ്ങൾ കൂട്ടണ്ട. ഒരു കൊച്ചു കല്ലെടുത്തെറിഞ്ഞാൽ വീഴാനുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അറിയാത്ത ഒരുവൻ ഇതിനിടയിൽ നടപ്പുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് രാത്രി ദൈവസഭയുടെ നടുവിൽ നടക്കുന്നു. Thank you, Lord. വായിച്ചോ 22. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശത്രുക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവയെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. എന്തൊരു കഷ്ടമായിപ്പോയി. ഇത്ര ചൂട് കൂട്ടേണ്ട ഒരു കാര്യമില്ല. അതായിപ്പോൾ ഈ ഗതികേട് വന്നത്. കാരണം ഇതിനു മുമ്പ് പലരെ ഇട്ടിട്ടുള്ളതായിരുന്നു. അന്നേരം ഇവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. കാരണം അന്നൊരു മിനിമം ചൂടായിരുന്നു. ഇന്ന് വെറുതെ ചൂട് കൂട്ടി. അത് ഇവർ പോകാനാണ്. ഈ ആവശ്യമില്ലാത്ത പലതും ഒപ്പിക്കുന്നത് അവരവർക്ക് തന്നെ വിനയായിട്ട് വരും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
വായിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച്. എന്തിനാ ഭ്രമിച്ചേ? അത് അടുത്ത വാക്യത്തിലുണ്ട്. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത്? നമ്പർ തെറ്റിയോ? നമ്പർ തെറ്റിയോ സാറേ? തെറ്റും എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടെ ദൈവത്തെ കണ്ടത് അവരല്ല, നാട്ടുകാരാ. ദൂതാർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വെല്ലുവിളി ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഈ തലമുറയിൽ തയ്യാറായാൽ, തീ വരട്ടെ, ബോംബ് വരട്ടെ, കല്ലേറ് വരട്ടെ, കടാരി വരട്ടെ, കത്തി വരട്ടെ, ചീത്തവിളി വരട്ടെ, അപമാനം വരട്ടെ, തന്റെ ഇടത്തോടുകൂടെ പുസ്തകമെടുത്ത് നിൽക്കാൻ ആരെങ്കിലും തയ്യാറായാൽ, അവരും മാത്രമല്ല ആ പഞ്ചായത്ത് മുഴുവനും ജീവനുള്ള ദൈവത്തെ കാണാൻ അത് കാരണമായി തീരും. ദൂത് കേട്ടോണം. ദൈവത്തിനു വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും വചനത്തിനു വേണ്ടിയും ഒരു നിലപാടെടുക്കാൻ നീ തയ്യാറായാൽ, കാലാവസ്ഥയ്ക്കനുസരിച്ച് കാലുമാറാതെ നിന്നാൽ, നിന്റെ ദൈവം ആരാണെന്ന് നിന്റെ ദേശം കാണും, നിന്റെ അയൽക്കാർ കാണും, നിന്റെ കുടുംബക്കാർ കാണും, നിന്നെ ദ്വേഷിച്ചവർ കാണും. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. ദൈവത്തെ കണ്ടു, രാജാവ് കണ്ടു, ഭ്രമിച്ചു. നമ്മൾ എത്ര പേരായിട്ട് ആലോചന വ്യർത്ഥമാക്കുന്ന ഒരു ദൈവം. കമ്പ്യൂട്ടറിന് തെറ്റുപറ്റിയോ? പറ്റും. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ആളുണ്ടെങ്കിൽ, ദൈവത്തെ ഭയപ്പെടുന്നവൻ മനുഷ്യരെ ഭയപ്പെടുകയില്ല. ദൈവത്തെ ഭയപ്പെടുന്നവൻ മനുഷ്യരെ ഭയപ്പെടുകയില്ല. ദൈവത്തെ നമസ്കരിക്കുന്നവൻ വേറെ ആരെയും നമസ്കരിക്കുകയില്ല. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് ദൂത് പറയുന്നു, നീ കണ്ട പോരാ, നിന്റെ ദേശം ദൈവത്തെ അറിയണം. ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി, കേട്ടോണം. 28-ാം വാക്യം. ഈ വിധത്തിൽ വിടുവിപ്പാൻ അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഒരു പ്രതികൂലത്തിലൂടെ കടക്കേണ്ടി വന്നാലോ? ഒരു പ്രയാസത്തിലൂടെ പോകേണ്ടി വരുമ്പോൾ പതറരുതേ. ഒരു ബുദ്ധിമുട്ടിലൂടെ കടക്കേണ്ടി വരുമ്പോൾ പിന്മാറരുതേ. നീ പ്രാർത്ഥിച്ചില്ലേ അവർ ദൈവത്തെ അറിയണമെന്ന്? നീ പ്രാർത്ഥിച്ചില്ലേ ഇവരുമൊക്കെ ദൈവത്തെ അറിയണമെന്ന്? നിന്റെ ദൈവമാണ് ദൈവമെന്ന് നിന്റെ ദേശം അറിയാൻ ദൈവം ഒരു തീച്ചൂളയുടെ അനുഭവം നിനക്ക് തന്നാൽ പരിഭ്രമിക്കരുത്. ദൈവത്തെ കാണാൻ കിട്ടിയ 2ാമത്തെ ജംഗ്ഷൻ. പിന്മാറിയില്ല. ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ മനസ്സ് വെച്ചെങ്കിൽ ദൈവത്തെ കാണുന്നത് ഈ ജന്മത്ത് പിന്നെ സാധ്യമല്ല. ഒന്ന് പിടിച്ചു നിൽക്കുക സഹോദര, ഒന്ന് പിടിച്ചു നിൽക്കുക സഹോദരി. വിവാഹമോചനത്തിൻ്റെ വക്കത്തെത്തി. കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇനി 1-2 ഹിയറിങ്ങിനുള്ളിൽ തീരുമാനമാകും. ആ സമയത്തൊരു സഹോദരി ദൈവവചനം കേട്ടു, പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വന്നു. ഞാൻ പറഞ്ഞു, കോടതിയിൽ ഇരിക്കുന്ന കേസിന് ഞങ്ങൾ എന്തോ കൗൺസിലിംഗ് ചെയ്യാനാ? ഞാൻ പ്രാർത്ഥിക്കാം. കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങൾ പ്രമാണം വിടരുത്, നിങ്ങൾ ഉപദേശം വിടരുത്, വചനം വിടരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യം നീ വെറുക്കണം. ദൈവം വെറുക്കുന്ന കാര്യം നീ വെറുക്കണം. അല്പം കഷ്ടം സഹിച്ചാലും അല്പം നഷ്ടം സഹിച്ചാലും ദൈവം വെറുക്കുന്ന കാര്യത്തെ നീ വെറുക്കണം. ആ സഹോദരി ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ കെട്ടഴിഞ്ഞു.
അവരൊരുമിച്ച് പാർക്കാൻ തീരുമാനിച്ചു. അത്രയും പറഞ്ഞാൽ പാവം എടുക്കും. ഒന്ന് റിസ്ക് എടുക്കാമെങ്കിൽ, കോംപ്രമൈസ് ചെയ്യാതിരിക്കാമെങ്കിൽ, ടീച്ചോള് കാണുമ്പോൾ വൈബ്രേറ്റ് ചെയ്യാതിരിക്കാമെങ്കിൽ, ദൈവത്തെ കാണാനൊരവസരം വന്നിരിക്കുക. ദൈവത്തെ കാണാനൊരവസരം വന്നിരിക്കുക. നിനക്ക് മാത്രമല്ല, ആ ദേശം മുഴുവനും ദൈവത്തെ കാണുക. മൂന്നാമത്തെ ജംഗ്ഷൻ അപ്പോസ്തല പ്രവൃത്തികൾ 27 പെട്ടെന്ന് എടുക്കാം. 15 മുതൽ വായിച്ചു. 27-15. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. അത് ആ ഒറ്റ വാക്യം ഒരു ദൂത. കപ്പൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കടലാസ് കൊണ്ടാണോ? അലുമിനിയം കൊണ്ടാണോ? ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ലോഹമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതങ്ങനെ തകരുകയില്ല. നമ്മുടെ ലോറിയും കാറും പോലെയൊന്നും അല്ല, അത് ഉരുക്കാണ്. മനുഷ്യൻ്റെ ഏത് പവറും ദൈവത്തിൻ്റെ ഒരു കാറ്റിൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഒന്നുകൂടെ വായിച്ചേ 15-ാം വാക്യം. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു പോയി. ഇത്രേ ഉള്ളൂ. ഇടയ്ക്കൊരു സന്ദേശം പറയുക. നീ ഉണ്ടാക്കിയ വീടും നീ ഉണ്ടാക്കിയ പണവും ദൈവത്തിൻ്റെ ഒരു കാറ്റിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ളതല്ല. ഒരു രോഗത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ളതല്ല. ഇവിടുത്തെ ഒരു കപ്പലിനും ഒരു കൊച്ചു കാറ്റിൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര നാൾ നിന്നതെന്നറിയാവോ? ഒരു കൈ താഴെ ഉണ്ടായിരുന്നത് കൊണ്ട്. പുരാതനായ ദൈവത്തിൻ്റെ സങ്കേതം കീഴിൽ ഒരു കൈ താഴെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് വരെ തകരാഞ്ഞത്. നിന്റെ വീടിൻ്റെ ലോക്ക് ബലമായതുകൊണ്ടല്ല അത് ഇന്ന് വരെ ചവിട്ടി പൊളിക്കാഞ്ഞത്. ദൂതന്മാർ കാവലുണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ ഡ്രൈവർ വിദഗ്ധനായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ വാഹനത്തിന് മുമ്പിൽ പോയത് കൊണ്ടാണ് നീ ഇന്ന് രാത്രി അപകടത്തിൽ പെടാതെ ഒടിഞ്ഞു നുറുങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ സൂക്ഷ്മത കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ വഴിയാത്രയിൽ നിന്നെ താങ്ങിയത് കൊണ്ടാണ്. വായിച്ചോ. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. പിന്നെ അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടുകളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. പിന്നെ അവർ സമയം ലാഭിക്കാം. ഇങ്ങനെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു. ഒറ്റയെണ്ണം രക്ഷപ്പെടുകയില്ല. കൊടും തണുപ്പ്, പുറംകടല്, കൂരിരുട്ട്. ഈ സമയത്ത് പൗലോസ് ദൈവത്തെ കണ്ടു. സ്തോത്രം. വാക്യം 23. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. അത്രയും മതി. സ്തോത്രം. ഇവിടെ വെച്ച് ദൈവത്തെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളാണ്. സ്തോത്രം. എന്നാ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഒരു ചിന്ത വന്നാൽ ഇതിനിടയ്ക്ക്. സ്തോത്രം. കപ്പൽ യാത്ര ചെയ്തിട്ടുള്ളവരോട് ചോദിക്കണം, ഇപ്പോൾ വല്ല കണക്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ മേല. ഈ അടുത്ത കാലം വരെ ഒരു മൊബൈൽ കമ്പനിക്കും ഈ പുറംകടലിൽ റേഞ്ച് ഇല്ല. കരയ്ക്ക് വരുമ്പോഴേ ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യയോട് മിണ്ടാനൊക്കെയില്ല, ഭർത്താവിനോട് മിണ്ടാനൊക്കെയില്ല, മക്കളോട് മിണ്ടാനൊക്കെയില്ല, പാസ്റ്ററോട് മിണ്ടാനൊക്കെയില്ല. പക്ഷെ തമ്പുരാൻ ആ രാത്രി അവിടെ ചെന്നു. പൗലോസിന് മാത്രം ഒരു റേഞ്ചുള്ള ഒരു സിം കാർഡുണ്ട്. വേറെ എല്ലാവരുടെയും ഫോൺ ഡെഡാണ്, ചത്ത് കിടക്കുക. പൗലോസിന് മാത്രം 2-3 കട്ടയുണ്ട്. ഹല്ലേലൂയ. പിള്ളേരെല്ലാം റേഞ്ച് ഉണ്ടോയെന്നാണല്ലോ ഇപ്പോൾ പ്രധാന നോട്ടം. സോദരം. ഒരു ദൈവദാസനെ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ എന്നോട് ചോദിച്ചു, ആ സ്ഥലം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പം 2 സിമ്മൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒന്നിന് കിട്ടും. ഞാനതല്ല ഉദ്ദേശിച്ചത്.
വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടെയാ പോകാൻ മേലാത്തത്? എവിടെയാ പോകാൻ മേലാത്തത്? പൗലോസ് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രിയിൽ കണക്ഷൻ കിട്ടി, ഞാൻ ദൈവത്തോട് സംസാരിച്ചു. അതുകൊണ്ട് എന്ത് വന്നെന്നറിയാവോ? അനേകരുടെ ആത്മഹത്യ ഒഴിവായി. അവിടെ അദ്ദേഹം കണ്ടത്, അദ്ദേഹം പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തെ കണ്ടത്. ബാലന്മാർ ദൈവത്തെ കണ്ടത് ഉറച്ച നിലപാടിലൂടെയാണ്. ഹാഗർ ദൈവത്തെ കണ്ടത് ശുദ്ധ അബദ്ധത്തിലൂടെയാണ്. 3 കാര്യം പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ദൈവത്തെ കാണാൻ അബദ്ധം ചെയ്താൽ മതി. അങ്ങനെ വെറുതെ അബദ്ധമൊന്നും ചെയ്യരുത്. സ്തോത്രം. ഗതി മുട്ടിയപ്പം അവൾ വീട് വിട്ടുപോയി. വീട് വിട്ടു പോക്കുന്ന ഒരു വഴിയല്ല, അതൊരു ദൈവ വഴിയൊന്നും അല്ല. എന്നാൽ നമ്മൾ വായിച്ച വാക്യം മറക്കരുത്, അവളിലൊരു ഹൃദയശുദ്ധിയുണ്ട്. ഒരു കള്ളത്തരമോ അഭിനയമോ ഒന്നും ആ സ്ത്രീ കാണിച്ചില്ല. ആ ആത്മാർത്ഥതയ്ക്കൊരു വിലയുണ്ട്. അഭിനയക്കാരൻ രക്ഷപ്പെടുകയില്ല. അഭിനയക്കാരൻ കുഴയും, ഇന്നല്ലേ നാളെ കുഴയും. ഇപ്പം കുഴഞ്ഞുകൊണ്ടിരിക്കുക പലരും. പിന്നെ പലരും കുഴഞ്ഞു, ഇനി ബാക്കിയുള്ളവരും കുഴയും. ഒറിജിനലാണ് ഇവിടെ, ഒന്നും പേടിക്കണ്ട. വേഷം കെട്ടാണോ അഭിനയമാണോ പെയിന്റാണോ അത് പിടിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ. ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു ദൈവസേവയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ കാണാനിടയാം. അവൾ കാണിച്ചതൊരു അബദ്ധമാണെങ്കിലും അവിടെയും ദൈവത്തെ കാണാൻ അവൾക്കിടയായി. നീ ഒരു ആത്മാർത്ഥതയോടെയുള്ള ദൈവസേവയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു അബദ്ധത്തിൽ പോലും ദൈവിക ഇടപെടൽ നിനക്ക് കാണാം. യഹൂദ ബാലന്മാർ കണ്ടതൊരു ഉറച്ച നിലപാടാണ്. റിസ്ക് എടുത്തപ്പോഴാണ്. പൗലോസ് കണ്ടത് പ്രാർത്ഥനയിലാണ്. എന്നാൽ 2 പേരെ കൂടെ ഉള്ള സമയം കൊണ്ട് കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 45:5 പെട്ടെന്ന് വായിച്ചോ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ആ വാക്യം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടല്ലോ. അവിടെ 2 വാക്കിന് വരയിടണം. വിറ്റു എന്നുള്ള വാക്കിനും അയച്ചു എന്നുള്ള വാക്കിനും. സ്വതന്ത്രം. ഏതായാലും അതൊന്ന് ക്ലിയർ ആക്കേണ്ടതല്ലേ. 1, 2, 3, 4, 5 ചേർത്തങ്ങ് വായിച്ചു. 40-ന്റെ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസേപ്പ് വിളിച്ചു പറഞ്ഞു. പിന്നെ ഇങ്ങനെ യോസേപ്പ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. യോസേപ്പ് സഹോദരന്മാരോട്, ഞാൻ യോസേപ്പ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേപ്പ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേപ്പ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. എന്നെ വിറ്റത് കൊണ്ട് നിങ്ങള് വ്യസനിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട, കരയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. വിറ്റതാണെന്നാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അയച്ചതാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. വിറ്റെന്ന ചാനലുകളിലെല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ ഉള്ളി പറയുന്നു വിറ്റതല്ല, അയച്ചതാ. പത്രത്തിൻ്റെ എല്ലാം ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്നു വിറ്റു, വിറ്റു, വിൽക്കപ്പെട്ടു. പക്ഷെ ഈ വ്യക്തിയുടെ അകത്ത് കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ല, നിന്നെ വിൽക്കാനൊക്കെയല്ല മോനെ, നിന്നെ ഒരുത്തം വിലയ്ക്ക് വാങ്ങിയതാ. അവൻ ഇനി അത് വിൽക്കണമെങ്കിൽ അവന് കടം കയറിയാലല്ലേ വിൽക്കുള്ളൂ. നിന്നെ ഒരുത്തം വിലയ്ക്ക് വാങ്ങിയവനാ. അവൻ ഇനി നിന്നെ വിൽക്കണമെങ്കിൽ അവന് കടം വന്നാലല്ലേ വിൽക്കുള്ളൂ. അവൻ നിന്നെ വിൽക്കുന്ന പ്രശ്നമില്ല, നീ മറ്റൊരാളുടെ വകയാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. അപ്പൊ നമ്മളെ സന്ദേശമായിട്ട് തന്നെ ബന്ധം പറയാം. ഇതിനകത്ത് ദൈവത്തെ ജോസഫ് കണ്ടു.
അങ്ങനെയൊന്നും കാണാനൊന്നുള്ള വെളിപ്പാടായിട്ടില്ല പാസ്റ്ററെ. അതിനാ ഈ ദൂത്. 25-ാം വർഷമല്ലേ കൺവെൻഷൻ? 25 വർഷവും വന്നവരൊക്കെ കൈവക്കിക്ക്. കുറേ കൈകളുണ്ട്. 20 വർഷം വന്നവരൊക്കെ കൈവക്കിക്ക്. 10 വർഷം പങ്കെടുത്തവരൊക്കെ കൈവക്കിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ അർത്ഥം പുതിയതായിട്ട് ധാരാളം പേര് വരുന്നുണ്ടെന്നാണ്. വിശ്വാസത്തിൽ വന്നിട്ട് 25 വർഷം പിന്നിട്ട ദൈവമക്കളെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചാട്ടെ. ധാരാളം പേരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മീയത്തിൽ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ കാണാൻ ഒരു പ്രയാസമില്ല. എല്ലാ സംഭവത്തിനകത്തും കാണാം. എല്ലാത്തിനകത്തും കാണാം. ആത്മീയത്തിൽ വളർന്നവർക്ക് എവിടെയും കാണാം. ഏത് സംഭവത്തിനകത്തും ഭക്തൻ പറയും, തമ്പുരാൻ്റെ ഒരു കൈ ഇതിനകത്തുണ്ട്. അത് നീ പറഞ്ഞതല്ല, നിന്നെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ്. നീ ചെയ്തതല്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എന്നെ വിറ്റെന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഈ വിറ്റു എന്ന് പറയുന്നത് റിയലി സത്യമാണോ? അതേ സത്യം. പക്ഷേ ഈ പറയുന്ന സത്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയൊക്കെ പലതും ഇവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും വിശ്വസിക്കരുത്. ഉദാഹരണം, ഒരു മനുഷ്യൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കലോട്ട് വന്നു. കർത്താവ് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിനിടെ വേറെ ഇച്ചിരി പ്രോഗ്രാമൊക്കെ ഇടയ്ക്ക് കയറി വന്നു. സമയം പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ആൾ വന്നു, ഇനി കർത്താവിനെ വിളിച്ചുകൊണ്ട് വരണ്ട, കൊച്ചു മരിച്ചു, വെറുതെ ഇനി മെനക്കെടുത്തണ്ട. ഉടനെ കർത്താവിൻ്റെ മറുപടി ഓർക്കുന്നുണ്ടോ? ആ വാക്ക് കണക്കിലെടുക്കരുത്. ആ വാക്ക് കാര്യമാക്കണ്ടോ? വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ ചോദ്യം, ആ വന്ന് പറഞ്ഞുകൊള്ളത് നുണ പറഞ്ഞതാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, പല സത്യങ്ങളും നീ എടുക്കണ്ട. നിനക്ക് വേണ്ടി വേറൊരു സത്യമുണ്ട്. വളരെ ശക്തമായൊരു ദൂതായി പറയുന്നേ. നിന്റെ ചെവിയിൽ കേൾക്കുന്നതെല്ലാം നീ എടുക്കണ്ട. അതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ നീ അത് എടുക്കണ്ട. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയുമ്പോൾ നീ അത് എടുക്കണ്ട. ഒരു വിധത്തിലും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ എടുക്കണ്ട. എനിക്ക് മറ്റൊരാളെ പരിചയമുണ്ട്. എനിക്ക് മറ്റൊരു ഡോക്ടറെ പരിചയമുണ്ട്. എനിക്ക് മറ്റൊരു വക്കീലിനെ പരിചയമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്. വിറ്റെന്ന് പറഞ്ഞപ്പോൾ ജോസഫ് പറയാ, വിറ്റതല്ല, അയച്ചതാ. ഈ ഒരു ധൈര്യം പുള്ളിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പുള്ളിക്കാരൻ ജയിൽ മിനിസ്ട്രിയൊക്കെ അക്കാലത്ത് തുടങ്ങിയത്. ആദ്യത്തെ ജയിൽ മിനിസ്ട്രി ജോസഫ് നടത്തിയെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 39-ാം അധ്യായം 20-ാം വാക്യം. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. ശ്രദ്ധിച്ചോ? അപ്പൊ ദൈവം ഇപ്പൊ എവിടാ? അതല്ല ചോദ്യം. ദൈവം ഇപ്പൊ എവിടാ? ജയിലില്ല. എന്തുകൊണ്ടാ? ദൈവദാസൻ അവിടെ ചെന്നതുകൊണ്ടാ. ദൈവത്തെ കാണാൻ യെരൂശലേമിൽ പോകണ്ട. പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും ഓവറാക്കരുത് കേട്ടോ. വഴി വിട്ട് പോകുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പറയണ്ടേ? ഞാനിന്നാളൊരു സഭ ബൈബിൾ ക്ലാസ് എടുക്കാൻ ചെന്നു. അപ്പോൾ കണ്ടൂർ എന്നോട് പറയാ, അരിമനാഥൻ്റെ പാദം പതിഞ്ഞ നാട്ടിൽ ഞങ്ങളെല്ലാവരും പോയി. ഞാനിപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം. അപ്പം ഞാൻ ചോദിച്ചു, അരിമനാഥൻ്റെ പാദം പതിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയോ? അയ്യോ, അതെവിടെ പാസ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ് ജാർഖണ്ഡാണ് ഉദ്ദേശിച്ചത്, രാജസ്ഥാനാണ് ഉദ്ദേശിച്ചത്, ബീഹാർ.
ആ ഇല്ല പോയിട്ടില്ല. എന്നാൽ അതായിരിക്കും കർത്താവിന് സന്തോഷം. ആ ഈ അരുമനാഥൻ്റെ പാദം പതിഞ്ഞെടുത്ത് പോകണമെങ്കിൽ 1.5 ലക്ഷം രൂപ. അരുമനാഥൻ പോകാൻ പറഞ്ഞെടുത്ത് പോകാൻ 25,000 രൂപ മതി. അത് വണ്ടിക്കൂലിയല്ല, ഒരു കൺവെൻഷൻ നടത്തുന്ന ചിലവ് ഞാൻ പറഞ്ഞു. എല്ലാവരും പാദം പതിഞ്ഞെടുത്തോട്ടാണ് പോണേ. പറഞ്ഞേച്ച് പോയത് തന്നെ. എൻ്റെ പൊന്നുമക്കൾ, ഞാൻ പോകാത്തടത്തൊന്നും പോകും. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല ഈ ഭാഗം. ഇത് മാത്രം കട്ട് ചെയ്ത് ഇടാൻ സാധ്യതയുണ്ട്. സ്വത്രം. കാരണം ഇതൊരു ബിസിനസ് ലോബി ഇതിൻ്റെ പുറകിലുണ്ട്. എല്ലാം കൊണ്ടുപോകണത് ബിസിനസ് ലോബിയല്ലേ. കാര്യം ഇവിടെ കിടന്ന് കുറേ പേര് വേറെ കൊടുക്കും, കഷ്ടപ്പെടും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, വേറെ ലോബി തട്ടിക്കൊണ്ടുപോകും. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഒരു സുവിശേഷകനും എത്താത്ത നാട്ടിലൊന്ന് പോകട്ടോ. ഒരു ട്രാക്ട് പോലും ആരും കൊടുക്കാത്ത നാട്ടിലൊന്നും പോകും. ആണ്ടിൽ ഒരിക്കൽ ഒരു ടൂർ അടിക്കുക. ഒരു സുവിശേഷകൻ പോലും ഇല്ലാത്ത നാട്ടിലൊന്ന് പോകും. നീ പോയാ യേശു അവിടെ വരും. അതാ പറഞ്ഞതിന്റെ കാര്യം. നീ പോയാൽ യേശു അവിടെ വരും. അനന്തരം അവൻ 70 പേരെ തെരഞ്ഞെടുത്ത, അടുത്ത വാക്യം ഓർമ്മയുണ്ടോ? താൻ ചെല്ലേണ്ട പട്ടണത്തിൽ തനിക്ക് മുമ്പായി അവരെ അയച്ചു. അപ്പൊ നീ പോയാൽ പുറകെ ആര് വരും? യേശു വരും. അപ്പൊ യേശു വരാത്തത് എന്തുകൊണ്ടാ? സുവിശേഷം പോകാത്തതുകൊണ്ടാ? ഗുർമീത് റാം റഹീം സിംഗിന്റെ കൂടെ 6 കോടി പേര്, മനുഷ്യ ദൈവത്തിന്റെ കൂടെ. ദൈവം മനുഷ്യനായവന്റെ കൂടെ പോകാൻ അവനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? മനുഷ്യൻ ദൈവമായ കഥയാണല്ലോ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ദൈവം മനുഷ്യനായ കഥയാ ഞങ്ങൾ പറയുന്നത്. ദൈവം മനുഷ്യനായ കഥയാ ഞങ്ങൾ പറയുന്നത്. അതൊരൊറ്റ ചരിത്രമേ ഉള്ളൂ, രണ്ടാമതൊരു ചരിത്രമില്ല. മനുഷ്യൻ ദൈവമായ കഥ പലതുണ്ട്. ഒരെണ്ണം ജയിലിൽ അറസ്റ്റ് ചെയ്തു, ബാക്കി ഉടനെ അറസ്റ്റ് ചെയ്യും. ഞാൻ അങ്ങേരുടെ പുസ്തകം മേടിച്ചു ബോംബെന്ന്. ഇനി ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോണ 12 ആൾ ദൈവങ്ങളുടെ പേര് അതിനകത്ത് കിടപ്പുണ്ട്. ഇവരൊക്കെ കോടീശ്വരന്മാരാ. മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. വാഹനമൃഗത്തെ വായ്പ വാങ്ങിയവൻ, മറ്റൊരുത്തിന്റെ പടകിൽ യാത്ര ചെയ്തവൻ, നിന്നെ സമ്പന്നനാക്കാൻ നിനക്ക് വേണ്ടി അവൻ ദരിദ്രനായി. നീ പോയാൽ അവൻ അവിടെ വരും. നീ പോയാൽ അവൻ അവിടെ വരും. നീ തിരുവല്ലയിലും പത്തനംതിട്ടയിൽ മാത്രം പോകാതെ ഒരു സുവിശേഷകൻ ചെല്ലാത്ത നാട്ടിൽ 2018 ഒന്ന് പോയെന്റെ കൂടെ പറപ്പേ. നീ പോയാൽ പുറകെ അവൻ അവിടെ വരും. തീരുമാനമെടുക്കണം. ന്യായവിധി വരുമല്ലെങ്കിലും പൈസ മിസ്യൂസ് ചെയ്യരുത്. ദൈവമക്കൾ മിസ്യൂസ് ചെയ്യരുത്. സുവിശേഷത്തിന്റെ പൈസ മുഴുവനും സുവിശേഷത്തിനാ. അത്യാവശ്യമുള്ള ബിൽഡിംഗ് പണിതിട്ട് ബാക്കി മിഷൻ വർക്കിനാ കൊടുക്കേണ്ടത്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശത്ത് ഒരു മിഷണറിയെ അയക്ക്. ഒരു വണ്ടിക്കൂലി അയച്ചുകൊണ്ട് ഒരു കുട്ടിയെ പറഞ്ഞു വിട്. യോസഫ് ജയിലിൽ ചെന്നു, കർത്താവ് അവിടെ ചെന്നു. യോസഫ് അവിടെ നിന്ന് എഴുന്നേറ്റ് പിറ്റേ ദിവസം ജയിലിലെ ചെറുപ്പക്കാരെ വിസിറ്റ് ചെയ്യാൻ പോയി. വായിച്ച് താഴോട്ട്. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മതി. ഇനി 7-ാം വാക്യം 40. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്തു എന്ന് ചോദിച്ചു. ഒന്ന് നിർത്തിക്കേ. ബൈബിൾ വായിക്കുമ്പോൾ ഇടയ്ക്ക് ചിരിച്ചെന്നോർത്ത് കുഴപ്പമുണ്ടോ? ഇതൊക്കെ വായിക്കുമ്പോൾ ചിരി വരും. എന്നാ അറിയോ? ജയിലിൽ കിടക്കുന്നവരോട് ചോദിക്കുക, എന്നാ മുഖത്തൊരു വാട്ടോ? തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. പിന്നെ ഇവിടെ എന്നെ വാടാതെ എന്നെ ഇവിടെ പിന്നെ എന്നെ കാഴ്ച കാണാമെന്നാണ്. നിങ്ങളിത് വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിരി വരാതെ. വായിക്കണം. ബൈബിൾ വായന വളരെ കുറഞ്ഞിരിക്കുക. വായിക്കണേ. സങ്കീർത്തനം മാത്രമല്ല എന്നും കൂടെ ബ്രാക്കറ്റിൽ ചേർത്തുകൊള്ളുക. വാക്യം വേണ്ടേ? അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസഫ് അവരോട്, ശ്രദ്ധിക്കണം,
ചുമന്ന മഷി ഉണ്ടെങ്കിൽ വരയിട്ടോണം. ഞാൻ പറയുന്നത് ഗൗരവത്തിലാണ് പറയുന്നത്. ആ വാക്യത്തിന് വരയിട്ടോണം. ഉള്ള മഷി മതി. വായിച്ചു ഒന്നൂടെ. യോസേപ്പ് അവരോട് സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവീൻ. അതാ ഞാൻ വരയിടാൻ പറഞ്ഞു. ഒന്നൂടെ വായിച്ചു. സ്വപ്നവ്യാഖ്യാനം. യോസേപ്പ് അവരോട് സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു. അതാ അടുത്ത കുഴപ്പം പിടിച്ച വാക്യം. അത് ദൈവത്തോട് പറയുന്നല്ലേ പറയണ്ടത്? സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് ദൈവത്തോട് പറയുന്നല്ലേ പറയേണ്ടത്? അപ്പൊ ഞാനാരാ? അവിടെയാ പോയിന്റ്. അതാ ദൂത് കിടക്കുന്നത് അവിടെയാ. ഒരു ധ്യാനിച്ചു മണിക്കൂറുകൾ അതിനകത്ത് മെസ്സേജ് കിടക്കുക. ഈ ജയിലിൽ ദൈവത്തിന്റെ പ്രതിനിധി ഞാനാ. എന്നെ വിറ്റതല്ല, എന്നെ അയച്ചതാ. ശമന ഹബ്ദല റബശബ്ദനാസിയ ഉടമന ഹബ്ദൽ ഖമന റബാജന. വിറ്റതാണെന്ന് മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്നെ ദൈവം അയച്ചതാ. എന്തിന്? ജയിലിൽ ഒരു മിനിസ്ട്രി ആരംഭിക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചെറുപ്പത്തിലെ സ്വപ്നം കാണുന്നതും വ്യാഖ്യാനിക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം തന്നതാണ്. അത് പൊത്തിപ്പേരുടെ വീട്ടിൽ പോയിട്ടും അത് പോയിട്ടില്ല. വേറെ ചില സാധനം അവിടെ പോയി. വായിച്ചിട്ടുള്ളവർക്കറിയാം, പൊതുവെ പറയുന്നില്ല. വസ്ത്രമൊക്കെ പോയില്ല, അറിയാമല്ലോ, പോയി. പക്ഷെ കൃപ പോയില്ല. വസ്ത്രം മേടിക്കാൻ കിട്ടുമെന്നേ. കല്യാണ സിൽസിൽ പോയാൽ പോരെ, കൃപയോടെ കിട്ടും. കുമ്മനാട്ട് പോയാൽ കിട്ടുമോ? എന്തു പോയാലും അഭിഷേകം കളയരുത്. എന്തു പോയാലും കൃപ കളയരുത്. ദൈവത്തിന്റെ മേൽ പകർന്ന അഭിഷേകം കളയരുത്. വേറെ എന്തു പോകട്ടെ, ജോലി പോയാലും സാരമില്ല, പൊസിഷൻ പോയാലും സാരമില്ല, കസേര പോയാലും സാരമില്ല, അഭിഷേകം പോകരുത്. നിങ്ങൾ വിറ്റതല്ല, എന്നെ ദൈവം അയച്ചതാ. എന്റെ പൊന്നും ദൈവ പൈതലേ, നീ ഇന്ന് രാത്രി പറ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം എന്നെ അയച്ചതാണ്. അയച്ചതാണെങ്കിൽ അയച്ചവനൊരു പർപ്പസ് ഉണ്ട്. അയച്ചതാണെങ്കിൽ അയച്ചവനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം തീരുമ്പോൾ അവിടുന്ന് മാറ്റും. സ്ഥലം മാറ്റം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ദൈവം അയച്ച കാര്യം നീ ചെയ്തു കഴിയുമ്പോൾ നിനക്ക് അവിടുന്ന് പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ. താങ്ക് യു ജീസസ്. ദൂത് ഏറ്റെടുത്തോണം, എഴുതി വെച്ചോണം. ചിലര് 2017 കിടക്കുമ്പോൾ ചില തിരിച്ചറിയലാണ്, ചില കണ്ണു തുറക്കലാണ്. കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീഴണം ഇത് രാത്രി. തിമിരം മാറണം ഇത് രാത്രി. കണ്ണു തുറക്കണം, ദൈവത്തെ കാണണം. ആത്മാവിൽ 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 വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. വിറ്റതാന്ന് സമ്മതിക്കരുത്. ആരും നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, ആരും നിന്നെ പീഡിപ്പിച്ചിട്ടില്ല. ദൈവം നിന്നെ അയച്ചതാ. യെസ്, ഹക്കാന ഹദ്ദാരാബ. പിശാച് പറയുന്നത് കേട്ട് മൂളരുത്. നാട്ടുകാർ പറയുന്നത് കേട്ട് ആമേൻ പറയരുത്. ദൈവം എന്നെ അയച്ചതാ. ദൂത് ഏറ്റെടുത്തവർക്കൊക്കെ ഇന്ന് രാത്രി കണ്ണു തുറന്നു വരുന്ന ഒരു അനുഭവം ഈ രാത്രി ഇവിടെ വെച്ചുണ്ടാവും. ഒരു വലിയ അത്ഭുതകരമായ രാത്രിയായിരിക്കും ഈ രാത്രി. ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രി. ഒരു പുതിയ കാഴ്ചപ്പാട് ചിലർ ഇന്ന് രാത്രി പ്രാപിക്കുന്നു. ആമേൻ, ആമേൻ. നിങ്ങൾ ദൈവത്തെ ഇന്ന് കാണണം, ഇന്ന് കാണണം.
നാളെയല്ല, കർത്താവ് വരുമ്പോൾ കാണുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്നിവിടെ വെച്ച് കാണണം, കണ്ടിട്ടേ പോകാവുള്ളൂ. വളരെ യാത്ര ചെയ്ത് വന്നവരുണ്ട്, ബഹുദൂരം വണ്ടി പിടിച്ച് വന്നവരുണ്ട്. തമ്പുരാനെ കണ്ടാൽ വന്നത് മുതലായി. എങ്ങനെ കാണാം? കണ്ണ് തുറന്നാ കാണാം. ഒറ്റ വാക്യം കൂടെ, 2 ശമൂവേൽ 16:5. ദാവീദ് രാജാവ് ബഹൂര്യമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമയി എന്നു പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. ശപിച്ചുകൊണ്ട് വഴിയെ വരിക. ചിലരുടെ സ്വഭാവം, ചിലർ ഇങ്ങനെ സ്വതന്ത്രം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞു നടക്കുന്ന, വേറെ ചിലർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞും ശാപിച്ചും ഒക്കെ ഇങ്ങനെ നടക്കും. 2 കൂട്ടം ആളുകളാണ് ലോകത്തിലുള്ളത്. സ്വതന്ത്രം, നീ ഏത് കൂട്ടത്തിലാണെന്ന് ചിന്തിച്ചു. സ്തുതിക്കുന്നു. ശപിച്ചുകൊണ്ട് വരിക. ഇതിങ്ങനെ ചെറുപ്പത്തിലുള്ളതായിരിക്കും. വായിച്ചോ. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. കല്ല് വാരി എറിഞ്ഞ് ശപിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാവെങ്കിലേ നിങ്ങൾ ഇന്ന് വരെ താമസിച്ചിട്ടില്ലാത്തൊരു വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടും. ഇത് മഹാരാജാവ് വരിക, കല്ല് വാരി എറിയാന്ന്. എന്തൊരു ധൈര്യം നോക്കി. വൃത്തികേട് കാണിച്ച് കുറെ നാളായി കഴിയുമ്പോൾ എന്തു ആകാവുന്ന സ്വത്രം. വായിച്ചു. ശിമയി ശപിച്ചുകൊണ്ട് യുവണ്ണം പറഞ്ഞു, രക്തബാധക നീജ പോ പോ. ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. പിന്നെ യഹോവ രാജ്യത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ രക്തബാധകനായിരിക്കാൻ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. വായിച്ചോ. അപ്പോൾ സെരൂയുടെ മകനായ അബീശായി രാജാവിനോട് ഉണ്ടല്ലോ ഉപജാപക വൃന്ദം കൂടെ നിൽക്കുന്നവര്, ഈ ചത്ത നായി എന്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? അങ്ങനെ പറയാൻ കാരണം എന്നാ വെച്ചാൽ അവരുടെ മുമ്പിൽ ഇവൻ എത്രയേ ഉള്ളൂ, ആ ജീവനും പോലും ഇല്ലാത്ത നായയുടെ അത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ വെടിവെക്കണ്ട, തല്ലുവും വേണ്ട, ചുമ്മാ നോക്കിയാൽ മതി, അത്രയ്ക്കുള്ളതേ ഉള്ളെന്ന്. കാരണം ഇവരത്ര സ്ട്രോങ് ആണ്. ഓക്കെ, വായിച്ചു. ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ കണ്ടു. ഹൃദയശുദ്ധി വേണം, ഹൃദയശുദ്ധി വേണം. അവിടെ അവൻ ദൈവത്തെ കണ്ടു. അപ്പൊ കാണാമായിരുന്നല്ലോ. 2017 പണ്ടേ കണ്ടതാണല്ലോ. ഇതിപ്പോ ഡിസംബർ ആയില്ലേ, എന്നെ കാണാൻ ഞങ്ങളെ ആരും ശവിച്ചില്ലല്ലേ. സ്വതന്ത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണുമല്ലോ. ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളുടെ പുറകിൽ ദൈവത്തെ കാണണം. സാധാരണ മനുഷ്യരെ കാണുന്നു, ഭക്തിയുള്ള മനുഷ്യർ പിശാചിനെ കാണുന്നു, ദർശനമുള്ള മനുഷ്യൻ ദൈവത്തെ കാണുന്നു. നീ 2017 കടന്നുപോയ സംഭവങ്ങളിൽ വ്യക്തികളെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് ജോറേറ്റിയുടെ പണിയാണ്. തങ്കമ്മയും കൂടെ കൂടിയാൽ പിന്നെ ബാക്കിയുണ്ടോ? ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല കേട്ടോ, ദൈവം നിന്നെ ഇതിൽ കടത്തി വിട്ടതാണ്. നിനക്കൊരു പ്രമോഷൻ തരാൻ പോവുക, നിന്റെ മേലൊരു അഭിഷേകം പകരാൻ പോവുക, നിന്നെ ഒരു മിനിസ്ട്രിക്ക് ഉപയോഗിക്കാൻ പോവുക, നിന്നെ പ്രയോജനപ്പെടുത്താൻ പോവുക. ദൈവത്തിൻ്റെ പ്ലാനാണ്. നീ എന്താ ദൈവത്തെ കാണാത്തെ? നീ എന്താ ദൈവത്തെ കാണാത്തെ? ശപിച്ചോണ്ടിരിക്കുമ്പോൾ പറയാ ദൈവം അവരോട് പറഞ്ഞിട്ട് ശപിക്കുന്നത്. അടുത്ത വാക്യം കൂടി ഒന്ന് വായിച്ചിട്ട് നിർത്താം. സെരൂയയുടെ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തു എന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീശായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തുനിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ വെട്ടാം. ഇവനെ വെട്ടാൻ പറ്റുമോ? വെട്ടും കുത്തും കൊണ്ട് ഒരു പ്രശ്നവും തീരുകയില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊന്നും ഈ വിഷയം തീരുകയില്ല. വേണമെങ്കിൽ എനിക്ക് ശിമയെ വെട്ടാം, പക്ഷെ എൻ്റെ കൊച്ചിനെ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഇത് ശിമയല്ല, ഇത് അബ്ശാലോമോ അല്ല. ദൈവം എനിക്ക് അനുവദിച്ചൊരു സമയമാണ്. അവൻ ദൈവത്തെ കണ്ടു. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും.
നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ ആരെയാ കാണുന്നേ? ഇന്ന് രാത്രി ദൈവത്തെ കാണാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഈ ദിവസങ്ങളിലൊന്ന് യേശു മടങ്ങി വരും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു. ഈ ഗാനം കൊയർ നമ്മെ സഹായിക്കും. നമുക്ക് അവരോട് ചേർന്ന് കരങ്ങളടിച്ച് പൂർണ്ണ ശക്തിയോടെ പാടാൻ അവസരമുണ്ട്. അതിനു മുമ്പ് ഒരു സമർപ്പണ പ്രാർത്ഥന നടത്താം. എഴുന്നേൽക്കുന്ന വഴി ഓടിപ്പോകരുത്, പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങേ കാണാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനുഷ്യരെ കണ്ടു, പിശാചിനെ കണ്ടു. നിന്നെയായിരുന്നു ഞാൻ കാണേണ്ടത്. ഞാൻ ഇന്ന് കണ്ണു തുറന്ന് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ വെച്ച് പലരും കർത്താവിനെ കാണാൻ പോവുക. ഇന്ന് പലരും കർത്താവിനെ കാണാൻ പോവുക. കണ്ണുകളടച്ച് ഈ പറഞ്ഞ ദൂത് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടു എന്ന് ബോധ്യമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ച്, പ്രിയ കർത്താവേ, ഈ വചനം ഇൻ്റർനെറ്റിലൂടെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പന്തലിരുന്ന് കേൾക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ സംഭവങ്ങളിൽ അവർക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് രാത്രിയെങ്കിലും അവർ നിന്നെ കാണട്ടെ കർത്താവേ. ആ കഴിഞ്ഞ നാളുകളിൽ വന്ന എല്ലാ വിഷയത്തിൻ്റെ നടുവിൽ ഒരു നിന്നെ കാണട്ടെ. എല്ലാത്തിനും ഒടുവിൽ നിന്നെ ഞങ്ങൾ കാണാൻ പോവുകയാണ് കർത്താവേ. ശീമോൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ തൃപ്തനായി. ഈ ആയുസിൽ കർത്താവാ യേശുവിനെ കണ്ടുമുട്ടുവാൻ, ജീവിതത്തിൽ രക്ഷ പ്രാപിപ്പാൻ ഇടയാകാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് ദൈവം തുറക്കണമേ. സംഭവങ്ങളുടെ നടുവിൽ കർത്താവിനെ കാണാൻ ഞങ്ങളെ ഒന്നുകൂടെ കണ്ണ് തുറക്കണേ കർത്താവേ. ഉൾക്കണ്ണ് തുറക്കണേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചേർന്ന് പാടാം, കരങ്ങൾ അടിച്ച്. അങ്ങനെ കാണുവാൻ ഞാൻ വന്നിടാമെന്നോരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നോരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, കാന്തനെ കാണുവാൻ അതിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, കാന്തനെ കാണുവാൻ അതിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. വാഴ്മരുഭൂമിയിൽ ദേശം സഹിക്കുന്നു, നിത്യ തുറമുഖത്തെത്തും ഞാൻ. വാഴ്മരുഭൂമിയിൽ ദേശം സഹിക്കുന്നു, നിത്യ തുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. അങ്ങനെ കാണുവാൻ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, അങ്ങനെ കാണുവാൻ അതിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ. കാണാമതിൽ മധ്യേഴയും, കാണാമതിൽ മധ്യേഴയും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, കാന്തനെ കാണുവാൻ അതിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാൻ സുന്ദര രൂപനേ, കണ്ടാൽ മതി വരാൻ സുന്ദര രൂപനേ. കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. അതിനെ കാണുവാൻ അതിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും,
അവനെ കാണുവാൻ അഗ്നി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഈ രാത്രികാലം ഇത്രത്തോളം ദൈവത്തിന്റെ വചനങ്ങളെ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്താട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹാലലു. ദൈവത്തെ കാണാനുള്ള വിവിധ മാർഗങ്ങളും അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് കർത്താവിന്റെ അഭിഷിക്തന്മാരോട് പറയുവാനിടയായി തീർന്നു. ഈ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ധ്യാനിപ്പാനിടയായി തീരട്ടെ. അതിൽ നിന്ന് ദർശനങ്ങളും അതിൽ നിന്ന് ഉൾക്കാഴ്ചകളും ഉൾബലവും പ്രാപിച്ചുകൊണ്ട് വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വചനം സംസാരിച്ച അങ്ങയുടെ അഭിഷിക്തനെ ദൈവം ശക്തമായി ഉപയോഗിക്കാനിടയായി തീർന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ എം തോമസ് മുന്നോട്ട് കടന്നു വന്ന് കേട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടും തുടർന്ന് നാളെ നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് രാത്രികാലം നീ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ അവനെ കാണുവാൻ കഴിയാതെ പോയ വ്യക്തി ജീവിതങ്ങൾ കരുത്തനായ കർത്താവിനെ കാണുവാൻ ഇന്ന് അവസരം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പാവണിയായ സ്ത്രീ യേശുവിനെ കണ്ടു, അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവൾ പട്ടണത്തിലേക്ക് പോയി ഞാൻ മശിഹായെ കണ്ടിരിക്കുന്നു. കർത്താവിനെ കണ്ടവർ അനേകരെ കർത്താവിനെ കാണിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒതുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമല്ല. യേശുവിനെ കാലാകാലങ്ങളിൽ കണ്ടവർ കടന്നുപോയി അനേകരെ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഈ വചനകേൾവി ഞങ്ങൾക്ക് ഇടയാക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ പ്രതിസന്ധികൾ അകപ്പെട്ട് പകച്ചു നിന്ന ജീവിതങ്ങൾ യേശുവിനെ കാണുവാൻ അവസരമുണ്ടല്ലോ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല കരുതൽ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അറിഞ്ഞ സത്യം അറിയിക്കേണ്ടവരെ അറിയിക്കുവാൻ ഇന്ന് രാത്രി കേട്ട വചനം ഞങ്ങൾക്ക് ആപ്തവാക്യമായി ഏറ്റെടുപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭക്തരെ ഇന്ന് രാത്രി തേജസ്സോട് നിന്റെ വചനം ഘോഷിപ്പാൻ അധികാരപ്പെടുത്തിയല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ഇന്ന് രാത്രി ഞങ്ങൾക്ക് എത്തിച്ചു തന്നതിനായി സ്തോത്രം. അത് ഏറ്റെടുത്തുകൊണ്ട് കേട്ടതനുസരിച്ച് മുൻപോട്ട് ജയപ്രയാപ്രം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നാളെ നടക്കുന്ന ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാളെ അധ്യയനം പൂർത്തീകരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിനെ കണ്ടവരാണല്ലോ. യേശുവിനെ അറിയാത്ത ഇടങ്ങളിലേക്ക് ജൈത്രയാത്ര ചെയ്യുവാൻ അവരെ ഒരുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നല്ലോ. ഇന്ന് രാത്രി കേട്ട എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. നാളെ നടക്കുന്ന ഗ്രാജുവേഷൻ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വരേണ്ട എല്ലാ പ്രിയരും കടന്നു വേണ്ടിയാക്കണമേ. അതേ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഏറ്റവും അനുഗ്രഹമാക്കണമേ. നാളെ വൈകിട്ടുള്ള മീറ്റിങ്ങിനായി സ്തോത്രം വലിയ ചെയ്യണമേ. ഈ മീറ്റിംഗ് ഈ കേരളത്തിലുള്ള എല്ലാ മീറ്റിങ്ങുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി ഒരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നതിനായി സ്തോത്രം. തുടർന്ന് സംഘാടകരെയൊക്കെ അനുഗ്രഹിച്ചാണ്ട് ഒരുമിച്ച് നൽകിയ ഈ അവസരത്തിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ. പിതർപുത്ര പരിശുദ്ധാത്മാകാം ത്രിയ ദൈവത്തിന്റെ വായ്പകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മടക്ക യാത്രയുടെ മേലും നാളെയുള്ള ശുശ്രൂഷയുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന് മഹത്വം. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങളും നടന്നതായ ആരാധനയും ശക്തമായ ദൈവവചന പ്രഘോഷണവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും വിടുതലും സമാധാനവും നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ദയവായി കോൺടാക്ട് ചെയ്യുക. മിസ്റ്റർ സാംസി ഡാനിയൽ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി, ചെറുവക്കൽ PO, ആയൂർ, കൊല്ലം, കേരള. ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാർട്ട്വുഡ് ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. അഡ്രസ് ഒരിക്കൽ കൂടെ, പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാർട്ട്വുഡ് ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. ഫോൺ നമ്പർ 281
458-9938. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കും.